എല്ലാവർക്കും വേ ഓഫ് ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നാം ഇന്ന് കാണുന്ന ഇസ്രായേൽ രാജ്യത്തിന് ദീർഘകാലത്തെ ചരിത്രമുണ്ട്. ഇസ്രായേൽ രാജ്യത്തിൻ്റെ ശ്രേഷ്ഠനായ ഒരു ഭരണാധികാരിയായിരുന്നു ശക്തനും സമർത്ഥനും കഴിവുള്ളവനുമായ ദാവീദ് എന്ന മഹാരാജാവ്. ദാവീദ് ഒരു ആട്ടിടയനായിരുന്നു, വെറും ഒരു ആട്ടിടയൻ. തൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ട് വനത്തിൽ കൂടെയും മറ്റ് പുൽപ്രദേശങ്ങളിൽ കൂടെയും സഞ്ചരിക്കുക പതിവായിരുന്നു. സംഗീതത്തോടെ ഏറെ ഇഷ്ടമുള്ളവനായിരുന്നു ദാവീദ്. അങ്ങനെ ഈ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്ന ഈ സമയത്ത് പെട്ടെന്ന് ഇസ്രായേൽ ദേശത്തെ ആക്രമിക്കുവാൻ ഫെലിസ്ത്യരുടെ പട മുൻപിട്ടിറങ്ങി. അങ്ങനെ ഫെലിസ്ത്യ ജനങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മല്ലനായ ഗോലിയാത്ത് മുൻപിലേക്ക് വന്നു. ഇസ്രായേൽ ജനത്തെ ആക്രമിക്കുവാൻ മുൻപിലേക്ക് വന്നു. എന്നാൽ ഇസ്രായേൽ രാജ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്യുവാൻ ആരുമില്ലായിരുന്നു. ഈ ഗോലിയാത്തിനോട് എതിർക്കുവാൻ ശക്തനും ശേഷിയുമുള്ള ആരുമില്ലായിരുന്നു ഇസ്രായേലിയരുടെ കൂട്ടത്തിൽ. അങ്ങനെ ഈ ആട്ടിടയനായ ദാവീദ് തൻ്റെ സഹോദരങ്ങളെ കാണുവാൻ, തൻ്റെ സഹോദരങ്ങളെ ഇസ്രായേൽ രാജ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്ന യുദ്ധസന്നാഹത്തിൻ്റെ കൂടായിരുന്നു. അങ്ങനെ ഈ സഹോദരങ്ങളെ കാണുവാൻ വേണ്ടി ഈ ഇടച്ചെറുക്കൻ അവരുടെ കൂട്ടത്തിലേക്ക് വന്നു. സഹോദരങ്ങൾക്ക് അവരൊക്കെയും മലനായ ഗോലിയാത്തിനോട് എതിർക്കുവാൻ ശേഷിയില്ലാതെ, ധൈര്യമില്ലാതെ മാറി നിൽക്കുകയാണ്. എന്നാൽ ദാവീദ് പറഞ്ഞു, ധൈര്യസമേതം പറഞ്ഞു, ഞാൻ മലനായ ഗോലിയാത്തിനെ എതിർക്കും, ഞാൻ അവനെ തോൽപ്പിക്കുമെന്ന് പറഞ്ഞു. ഞാൻ ദൈവത്തിൻ്റെ നാമത്തിലാണ് ഇറങ്ങി വരുന്നത്, അതുകൊണ്ട് ഞാൻ അവനെ തോൽപ്പിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ സഹോദരന്മാർക്കും മറ്റാർക്കും വിശ്വാസമായില്ല. എങ്കിലും ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്യുവാൻ ദാവീദ് എന്ന കുഞ്ഞുബാലൻ ആട്ടിടയ ചെറുക്കൻ മുൻപോട്ട് വരികയാണ്. ഫെലിസ്ത്യ ദേശത്തിൻ്റെ ഭാഗത്തു നിന്നും മലനായ ഗോലിയാത്ത് മുൻപിലേക്ക് വരികയാണ്. മലനായ ഗോലിയാത്ത് ഈ ഇടച്ചെറുക്കനെ കണ്ടപ്പോൾ പൊട്ടിച്ചിരിച്ചു. ഈ ചെറിയ ബാലനാണോ, നീ നിസാരക്കാരനായ ബാലനാണോ എന്നെ എതിർക്കുവാൻ വേണ്ടി വരുന്നത്? അങ്ങനെ ദാവീദും ഗോലിയാത്തും നേർക്കുനേർ യുദ്ധം ചെയ്യുവാൻ പോവുകയാണ്. ദാവീദിന്റെ കയ്യിൽ ചെറിയൊരു കവണയും കല്ലും മാത്രമേ ഉള്ളൂ. അത് വെച്ച് എങ്ങനെയാണ് ഈ ഗോലിയാത്തിനെ യുദ്ധം ചെയ്ത് തോൽപ്പിച്ചതെന്ന് നമുക്ക് നോക്കാം. ഗോലിയാത്തിന്റെ തലയെ ലക്ഷ്യമാക്കി, നെറ്റിയെ ലക്ഷ്യമാക്കി കവണയും കല്ലും ഉപയോഗിച്ച് ദാവീദ് എന്ന ഈ നിസാരനായ ഈ ബാലൻ ഗോലിയാത്തിനെ വീഴ്ത്തിക്കളഞ്ഞു. ഒറ്റയ്ക്ക് നിന്ന് ഈ മല്ലനായ ഗോലിയാത്തിനെ വീഴ്ത്തിക്കളഞ്ഞു. അങ്ങനെ ഇസ്രായേൽ രാജ്യം എമ്പാടും അവരുടെ വിജയം ആഘോഷിച്ചു. ദാവീദ് എന്ന ഈ ആട്ടിടയൻ്റെ ഉറച്ച ധൈര്യം, ഉറച്ച വിശ്വാസം, ലക്ഷ്യബോധം, പിന്നെ ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസം, ഇതൊക്കെയാണ് ഈ മല്ലനായ ഗോലിയാത്തിനെ പരാജയപ്പെടുത്തുവാൻ, നിഷ്പ്രയാസം പരാജയപ്പെടുത്തുവാൻ ദാവീദ് എന്ന ആട്ടിടയനെ സാധിച്ചത്. അങ്ങനെ ഈ സമർത്ഥനും കഴിവുള്ളവനുമായ ഈ ദാവീദ് അങ്ങനെ ഒടുവിൽ ഇസ്രായേൽ രാജ്യത്തിൻ്റെ രാജാവായി അധികാരമേറ്റു. ഇന്നത്തെ കഥ ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ.